Hello everyone. So this is Miss Sridevi here again. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രി ചാപ്റ്റർ അല്ലേ, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അടുത്ത സെഷനാണിത്. എന്താണ്? ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ഓക്കെ, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ഈ ട്രയാങ്കിളും സർക്കിളും അതിൻ്റെ ഒരു എന്താണ് കൺസെപ്റ്റാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. എന്താണ്? ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ വന്നാൽ എങ്ങനെയായിരിക്കും? അതിന് നമ്മൾ സർക്കം സർക്കിൾ എന്ന് പറയും. ഇപ്പോൾ ഒരു ട്രയാങ്കിള് എന്താണ്, ഒരു സർക്കിളിൻ്റെ അകത്ത് വന്നെന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു സർക്കിള്. ഈ സർക്കിളിൻ്റെ അകത്ത് എന്താണ്, ഒരു ട്രയാങ്കിൾ വന്നെന്ന് വെച്ചോ. ഇത് കണ്ടോ, ഇതിന് നമ്മൾ ഈ സർക്കിൾ നമ്മൾ സർക്കം സർക്കിൾ എന്ന് പറയും. എന്താണ്? സർക്കം സർക്കിൾ. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. ഓക്കെ, അപ്പം ഈ സെഷനിൽ നമ്മൾ മൊത്തം ഈ ട്രയാങ്കിളും സർക്കിളും കാര്യങ്ങളും വെച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് പറയും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസിലൂടെയും എന്താണ് ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് പറയും. ഇനി ഇത് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സർക്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലേ. സർക്കിൾ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഫിക്സഡ് പോയിന്റിൽ അല്ലേ, ഒരു ഫിക്സഡ് പോയിന്റ് അകലത്തിൽ എന്താണ് പോയിന്റ്സ് ഉണ്ടാവും, അത് തമ്മിൽ കണക്ട് ചെയ്തുണ്ടാവുന്നതാണ് സർക്കിൾ. ആ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, ഈ സർക്കിളിൽ ഏത് പോയിന്റ്, ഈ കർവിൽ ഏത് പോയിന്റ് എടുത്താലും എന്താണ്, ഒരേ ഡിസ്റ്റൻസാ അല്ലേ. ആ 2 പോയിന്റ്സ് തമ്മിൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പം ആ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് അല്ലേ, റേഡിയസ്. ഇനി ഈ റേഡിയസ് ഇങ്ങോട്ട് കൂടെ ഞാൻ ഇങ്ങോട്ട് നീട്ടുമെന്ന് വെച്ചോ. ഇതും റേഡിയസ് അല്ലേ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് റേഡിയസ്. ഇത് മൊത്തത്തില് ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ, അതും സെന്ററിലൂടെയും കൂടെയാണ് നമ്മൾ പാസ് ചെയ്യണം അല്ലെ, ഈ ഒരു സെന്റർ പോയിന്റിലൂടെ. അപ്പൊ ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ പറയുന്നത് ഡയാമീറ്റർ. ഇത്ര എന്താണ് ഡയമീറ്റർ, സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസിന് എന്താണ് ഡയാമീറ്റർ എന്ന് പറയും. സെന്ററിലൂടെ പാസ് ചെയ്ത് സർക്കിളിന്റെ 2 പോയിന്റ്സിൽ മുട്ടുവാണെങ്കിൽ, ഇപ്പൊ 2 പോയിന്റ്സ് എന്നുള്ള ഒരു ലൈൻ സർക്കിളിന്റെ, അത് ഡയമീറ്ററിലൂടെ സെന്റർ പോയിന്റിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ എന്താണ് നമ്മൾ പറയുക, അതിനെ ഡയാമീറ്റർ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു സർക്കിളില് ഇവിടെ സെന്റർ, ഇത് സെന്റർ, ഇങ്ങോട്ട് ഞാൻ റേഡിയസ് ഇങ്ങനെ വരച്ചു, 2 റേഡിയസ് വരച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ടിന് എന്ത് പറയും? ഏതാണ് ഈ ഒരു പാർട്ട്? ഈ റേഡിയസ് വരച്ചിട്ടുള്ള ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്താണ് ആർക്ക് എന്ന് പറയും. എന്താണ്? ആർക്ക്. ഇതൊരു ആർക്കാണ്, ഇതും ഒരു ആർക്ക് തന്നെയാ. പക്ഷെ നമുക്ക് അതിന് പേരുണ്ട്. ഇതാണ് ഇത്രയും മേജർ പോർഷൻ എടുത്തിരിക്കുന്നത്, ഇതിനെ നമ്മൾ മേജർ ആർക്ക് എന്ന് പറയും. ഇതിനെ നമ്മൾ മേജർ ആർക്ക്, ഇതോ മൈനർ ആർക്ക്. അപ്പം 2 റേഡിയസ് ഇങ്ങനെ വരച്ച ആ സർക്കിളിന് എന്താണ് 2 ആർക്സ് ആയിട്ട് തിരിക്കും അല്ലേ. ഒന്ന് മേജർ ആർക്കായിട്ടും 2 മൈനർ ആർക്കായിട്ടും അല്ലേ. ഇനി ഈ 2 പോയിന്റ്സിൽ, ഇപ്പൊ നമ്മൾ ഈ റേഡിയസ് ഇട്ടിരിക്കുന്ന ഈ 2 പോയിന്റ്സ് ഇവിടെ മുട്ടിരിക്കുന്ന സർക്കിളിന്റെ, ഇത് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുക. ഈ ലൈനിനെ പറയുന്നതാണ് എന്ത്? കോഡ്. The chord of a circle.
ഓക്കെ, അപ്പം സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് പറയും. ഇപ്പം ഇവിടെയൊക്കെ കോഡുണ്ട്. ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്. ഓക്കെ, ഇതൊക്കെ കോഡാ. അപ്പം നമ്മുടെ ഡയാമീറ്റർ ഒരു കോഡല്ലേ, ഇവിടുന്ന് ഞാനിങ്ങനെ സെന്ററിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ പോണേനും ഇതെന്താണ്, അതും ഒരു കോഡാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ടത്. ഇനി ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിന്റെ ഒരു കോഡ് വന്നു. ഇത് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് വരച്ചു. ഇതിനെ ഞാൻ സി എന്ന് കൊടുത്തെന്ന് വെച്ചു. സെൻട്രൽ ആംഗിൾ, ഇതൊരു സെൻട്രൽ ആംഗിളാണ്. അതിന് ഞാൻ സി എന്ന് കൊടുത്തു. ഇത് സി ആണെങ്കിൽ ഇതേ പോയിന്റ്സിന്ന് തന്നെ, ഈ കോഡിന്റെ ഇതേ എൻ പോയിന്റ്സിന്ന് തന്നെ മറ്റൊരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടിക്കുമെന്ന് വെച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പം ഈ പോയിന്റിൽ നിന്ന് ഞാൻ സർക്കിളിൽ വേറൊരു പോയിന്റിലോട്ട് വരച്ചു. ഈ കോഡിന്റെ ഈ അറ്റത്തുനിന്ന് അതേ പോയിന്റിലോട്ട് തന്നെ ഞാൻ വരച്ചു. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് എന്തായിരിക്കും? C/2 ആയിരിക്കും. ഓക്കെ, എന്താണ്? C/2. അപ്പോൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിള്, ഇപ്പൊ 2 കോഡുണ്ട്. കോഡിന്റെ അറ്റത്തുനിന്ന് നമ്മൾ റേഡിയസ് ഇങ്ങനെ വരച്ച് സെന്ററിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ C ആണെങ്കിൽ, ഇതേ കോഡിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് നമ്മൾ സർക്കിളിലെ മറ്റൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ആ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇത് C ആണെങ്കിൽ, ഇത് സെന്റർ ആട്ടോ, സെന്ററിന്റെ ഇവിടെയുള്ള ആംഗിൾ. അപ്പൊ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ. ഓക്കെ, ഇനി ഇനിയിപ്പം ഇതിപ്പോ മൈനർ ആർക്കിലാണ് ഇവര് വരച്ചിരിക്കുന്നത് അല്ലെ, സോറി മേജർ ആർക്കിലാണ് അത് കാണിച്ചത്. ഇനി ഇതിപ്പോ സെന്റർ ഇവിടുന്ന് റേഡിയസ് പോയി, ഇവിടുന്നും റേഡിയസ് പോയി, ഇങ്ങനെയുണ്ട്. പക്ഷെ നമുക്കിവിടെ ഇങ്ങോട്ടൊരു ആംഗിളാണ് തന്നിരിക്കണേന്ന് വെച്ചോ. ഇത് ഇവിടെ, ഓക്കെ, ഇവിടെ എക്സ് ആന്ന് വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് മേജർ ആർക്കിലൂടെ പോയതാ അല്ലെ, C/2 എന്ന് പറയുന്നത്. മേജർ ആർക്കിൽ സബ്ടെൻഡ് ചെയ്യുന്നതിനാണ് നമുക്ക് സെൻട്രൽ ആംഗിളിനെ പകുതിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ മൈനർ ആർക്കിന്റെ കേസിന് വ്യത്യാസമുണ്ട്. മൈനർ ആർക്കിൽ വരുമ്പോൾ ഇത് മറ്റൊരു സർക്കിളിന്റെ മറ്റൊരു പോയിന്റിലോട്ട് തന്നെ വന്നിരിക്കണം. പക്ഷെ മൈനർ ആർക്കിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, മേജർ ആർക്കിലോട്ട് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത്. നമുക്ക് ഇതിപ്പോ നോക്കിക്കേ, ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇപ്പൊ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി അല്ലെ. നമുക്ക് എന്ത് കിട്ടി? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെ. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ABCD. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് ആംഗിൾ സെയിം അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 180 ഡിഗ്രി. അപ്പൊ ഈ ആംഗിളും ആംഗിൾ B പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് 180 മൈനസ് ആംഗിൾ B അല്ലെങ്കിൽ X. മൈനസ് എക്സ് എന്ന് വരും. അപ്പൊ ഈ ആംഗിൾ കിട്ടിയാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടുമല്ലോ. എന്താണ്? ഈ ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഈ ആംഗിൾ എങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ് സെൻട്രൽ ആംഗിൾ അല്ലെ. നമുക്കപ്പോൾ ഈ ഒരു ആംഗിൾ മതി നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ,
ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നുകൂടി നിങ്ങൾ റീപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതെന്താ വരും? ഇതിന്റെ ഇരട്ടി ഇവിടെ വരുള്ളൂ. അപ്പൊ 2 × 180 - x എന്ന് വരും. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി നമുക്ക് കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചോ. അപ്പൊ നമുക്ക് കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഞാൻ ഫിഗർ ഇവിടെ നമ്മുടെ സർക്കിളിന്റെ അവിടെ നമ്മളൊരു കോഡ് വരയ്ക്കും അല്ലെ. കോഡിന്റെ ലെങ്ത് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ കോഡ് ഇതേ വരച്ചു. ഇനി ഇതെന്താ? ഇവിടെ എന്ത് വരും? ഇത് സെന്റർ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് റേഡിയസ് ജോയിൻ ചെയ്യാലോ. ഇങ്ങോട്ട് റേഡിയസ്. ഓക്കെ, അതിവിടെ 6 എന്ന് എഴുതാം. ഇത് ഞാൻ AC എന്ന് കൊടുക്കുക കോഡിന്. ഇത് O എന്നും കൊടുത്ത് സെന്ററിന്. അപ്പോൾ എനിക്ക് ഈ AC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം വേറെ ഡേറ്റാസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് 2 പെർപെൻഡിക്കുലർ ഇതിന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ച് 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കും. ഓക്കെ, എന്തായിട്ട് എടുക്കും? 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട്. അപ്പൊ എന്താണ്? ഇത് Oന്ന് ഞാൻ നേരെ വന്നു. അപ്പൊ ഇത് മിഡ് പോയിന്റിൽ AC മിഡ് പോയിന്റിൽ വന്നാണ് മുട്ടുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ വരച്ചു. അപ്പൊ ഇത് 90 ഡിഗ്രി എന്ന് വന്നു. അപ്പം എനിക്കിപ്പോൾ OCയും OAയും മാറാന്നറിയാം. ഇനിയിപ്പോൾ ഇത് ഇവിടെ മുട്ടിരിക്കുന്ന മിഡ് പോയിന്റ് ഞാൻ B എന്ന് കൊടുത്തു. അപ്പോൾ ഈ AC കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് 2 ട്രയാങ്കിൾസ് ആക്കി. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ എടുക്കുക. എന്താണ്? ഒരു ട്രയാങ്കിൾ എടുത്ത് ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്ത് വരയ്ക്കാം. ഇത് ഞാൻ OBC എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 90 ഡിഗ്രി വരും. ഇവിടെ OC റേഡിയസ് അല്ലേ. ഇത്രയും നമ്മുടെ കയ്യിലുള്ളൂ. ഇനി ഈ ഒരു O എന്ന് പറയുന്ന ആംഗിൾ മൊത്തം C ആണെങ്കിൽ ഈ സൈഡിൽ എന്ത് വരും? മൊത്തം C ആണെങ്കിൽ ഇത് 2 ആവൂല്ലേ? ഈ പെർപെൻഡിക്കുലർ റേഷ്യോ ഇത് 2 ആവും അല്ലേ. ഇത് C/2 എന്നും വരും, ഇവിടും C/2 എന്നും വരും അല്ലേ. ഇത് മൊത്തം O എന്ന് പറയുന്ന ആംഗിൾ C ആണെങ്കിൽ ഞാൻ പെർപെൻഡിക്കുലർ റേഷ്യോ ഇപ്പുറത്തെ സൈഡ് C/2, ഇപ്പുറത്തെ സൈഡ്. അപ്പൊ ഇത് എന്താ വരും? ആംഗിൾ O എന്ന് പറയുന്നത് C/2 വരും. അപ്പൊ നമ്മളിവിടെ C/2 എന്നുള്ളത് ഒരു ട്രിഗ്നോമെട്രിക് ആംഗിൾ ആയിട്ട് എടുക്കും. ഓക്കെ, എന്താണ് ട്രിഗ്നോമെട്രിക് ആംഗിൾ? അപ്പൊ ഈ ട്രിഗ്നോമെട്രിക് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ BC എന്ന് വെച്ചാൽ ഈ കോഡിന്റെ പകുതി അല്ലെ. നമ്മുടെ ഈ കോഡിന്റെ പകുതി. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ? അതും വേണം. നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് കിടക്കണില്ലേ, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കണതാണ് ഹൈപ്പോട്ടന്യൂസ്. അതെന്താണ്? OC റേഡിയസ് ആണെന്ന് പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ C/2 വെച്ച് നോക്കുമ്പോൾ BC ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ്, ട്രിഗ്നോമെട്രിക് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ കാണിക്കുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മൾ എടുക്കണം. അത് ഏതാണ്? സൈൻ അല്ലെ. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ എന്താണ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി സൈൻ C/2 അല്ലെ, അതല്ലേ നമ്മൾ എടുക്കേണ്ടത്. സൈൻ C/2 ഇസ് ഈക്വൽ ടു ഇതിവിടെ ഇരിക്കട്ടെ. സൈൻ C/2 ഇസ് ഈക്വൽ ടു നോക്കിക്കേ. സൈൻ C/2 ഓപ്പോസിറ്റ് BC ബൈ OC ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സൈൻ, അത് ഇവിടെയും സൈൻ C/2 തന്നെ. BC നമുക്കറിയില്ല, അതുകൊണ്ട് BC അതുപോലെ തന്നെ എഴുതി. OC എന്താ? റേഡിയസ് അല്ലെ, ആ R എന്ന് പറയുന്നത്. അപ്പൊ എന്താ? BC is equal to R ഇങ്ങോട്ട് പോകുമ്പോ R into സൈൻ C/2 എന്നാവും അല്ലെ. അപ്പൊ R into സൈൻ C/2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് BCയുടെ കിട്ടി. നമുക്കറിയാം BCയും ABയും ഈക്വൽ ആണെന്ന് അല്ലേ. BCയും ABയും ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിൾ ഇപ്പൊ കളയുക. നമുക്കിപ്പോ ഇത് സോൾവ് ചെയ്ത് കിട്ടിയല്ലോ. അപ്പൊ ഈ സെയിം ട്രയാങ്കിൾ തന്നെ തിരിച്ചിട്ടാ മതി അതല്ലേ. അതാണ് നമ്മുടെ OBA. ഞാനിപ്പോ ഇതിപ്പോ കളയുക. ഇപ്പൊ എന്ത് വരും? നമുക്ക് BC is equal to AC എന്ന് നമുക്കറിയാം. BC is equal to AC അല്ലല്ലോ, BC is equal to AB. ഓക്കെ, അപ്പൊ എന്താ? AB പ്ലസ് BC ആണ് എന്ത്? AC, നമ്മുടെ കോഡ്.
അല്ലെ? കോഡ് എ സി ഇസ് ഈക്വൽ ടു എന്താണ്? എ ബി പ്ലസ് ബി സി അല്ലേ? അപ്പൊ എ ബിയും ബി സിയും ഒരേപോലെയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ ബി സി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എ ബിയുടെ സ്ഥാനത്ത് എനിക്ക് എന്താ എഴുതാം? ബി സി എന്ന് തന്നെ എഴുതാം. ബി സി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു 2BC അല്ലേ? ബി സിയുടെ ഇരട്ടി എടുത്താൽ മതി നമുക്ക് എ സി കിട്ടാൻ. അപ്പൊ 2 ഇൻറ്റു ബി സി എത്രയാണ്? ആർ സൈൻ സി ബൈ 2. ആർ സൈൻ സി ബൈ 2. അപ്പൊ എന്താ? 2R സൈൻ സി ബൈ 2. കോഡ് എ ബിയുടെ ലെങ്ത്, കോഡ് എ സിയുടെ ലെങ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. ഒരു കോഡ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2R സൈൻ സി ബൈ 2. അപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്തെഴുതി കാണിച്ചു തരാം. അപ്പൊ എന്താണ്? ലെങ്ത് ഓഫ് എ കോഡ്, ലെങ്ത് ഓഫ് എ കോഡ് equal to 2R sin C by 2, where C is the central angle. C is the central angle. Okay, length of a chord is equal to 2R sin C by 2. C എന്ന് പറയുന്നത് നമ്മുടെ central angle. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കിക്കേ, 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. ഈ 2 സർക്കിൾസിൽ എന്താണ്? പിക്ചർ ബിലോ ഷോ 2 ട്രയാങ്കിൾസ് ആൻഡ് ദ സർക്കം സർക്കിൾസ്. സർക്കം സർക്കിൾസ്. ട്രയാങ്കിൾ അതിൻ്റെ ഇതിൽ കൂടെ പോകുന്ന എന്താണ്? സർക്കം സർക്കിൾ. അപ്പോൾ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ. അപ്പോൾ ഈ 2 സർക്കിൾസിൻ്റെ എന്താണ് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം ഈ സർക്കിൾ എടുക്കാം. ഈ സർക്കിൾ നോക്കിക്കേ. ഈ സർക്കം സർക്കിൾ നോക്കിയാൽ എന്താണ്? ഇത് നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഇത് റേഡിയസ് ആയിട്ട് എടുത്തെന്ന് വെച്ചോ. റേഡിയസ് അല്ല, ഇത് സെന്റർ ആയിട്ട് എടുത്തെന്ന് വെച്ചോ. നമ്മൾ പറഞ്ഞു ഇവിടെ സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഇങ്ങോട്ട് റേഡിയസ് വന്നു, ഇങ്ങോട്ട് റേഡിയസ് ഞാൻ ഈ ജോയിൻ ചെയ്ത്, ഇത് റേഡിയസ്. അപ്പം ഇത് സി ആണെങ്കിൽ ഇവിടെ എന്താ? ഇത് സി ബൈ 2 വരും. പൊക്കത്തല്ല ഏതെങ്കിലും മേജർ ആർക്കിൽ മുട്ടുന്നത് ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലേ ഇവിടെ വരുന്ന ആംഗിള്. അപ്പൊ എന്താണ്? ഇതിന്റെ ഇരട്ടിയല്ലേ ഈ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്താവും? 60 ഡിഗ്രി ആകും അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഇപ്പം ഒരു സർക്കിളിന്റെ അകത്ത് ഇപ്പൊ ഒരു കോഡ് ഇങ്ങനെ വന്നു, ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ സി ആണെങ്കിൽ ഇത് സി ബൈ 2 ആയിരിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇവിടെ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് 2 തീറ്റ എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഇവിടെ ആയിരിക്കും. അപ്പൊ പകുതിയുടെ ഇരട്ടി. ഓക്കെ, ഇവിടെ ഇതിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ. റിവേഴ്സ് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചെറിയൊരു കാര്യം, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്? ഇവിടെ വന്നിരിക്കുന്നത് 30 ഡിഗ്രി. അപ്പൊ എന്താണ്? ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന 30യുടെ ഇരട്ടി ആയിരിക്കും. അതെന്താണ്? 60. 30 × 2 60. അപ്പൊ 60 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ലെങ്ത് ഓഫ് എ കോഡിന്റെ ഫോർമുല അറിയാം. എന്താണ് ഫോർമുല? ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ കോഡ് ഇസ് ഈക്വൽ ടു length of chord is equal to 2R sin C by 2 അല്ലേ? അപ്പൊ നമുക്ക് നോക്കിക്കേ, നമുക്ക് സെൻട്രൽ ആംഗിൾ ഇപ്പൊ അറിയാം അല്ലെ? 60 ഡിഗ്രി എന്ന് അറിയാം ഇപ്പം ഈ സെൻട്രൽ ആംഗിൾ. റേഡിയസ് എന്താണ്? അതും അറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ കോഡ് ലെങ്ത് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്ററിന് അല്ലേ? ഇവിടെ 2 സെന്റിമീറ്ററിന് നമുക്ക് കോഡ് ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോഡ് ലെങ്ത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു R നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. സൈൻ 60 ഡിഗ്രി ബൈ 2. സെൻട്രൽ ആംഗിൾ 60 എന്നറിയില്ലേ? അപ്പൊ 60 by 2 എന്താ? 30 ഡിഗ്രി. അപ്പൊ എന്താണ്? നമുക്ക് നേരെ ഈ ആംഗിൾ തന്നെ കിട്ടി അല്ലേ? 30 ഡിഗ്രി. അപ്പൊ എപ്പോഴും നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ സെൻട്രൽ ആംഗിൾ എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഒരു കോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ നേരെ എന്താ? ആ ആംഗിൾ തന്നെ എടുത്താൽ മതി.
സൈൻ ഇപ്പം ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ 30 ഡിഗ്രി. ഇപ്പം ഇവിടെ നേരെ തിരിച്ച് സൈൻ 40 ഡിഗ്രി ആണെങ്കിൽ സൈൻ 40 എന്ന് എടുത്താൽ മതി. നേരെ മറിച്ച് ഇവിടെ 40 ആണ്, അതിൻ്റെ ഇരട്ടി ഇവിടെ 80 ഡിഗ്രി എന്ന് എടുത്ത് എന്നിട്ട് സൈൻ 80/2 എന്ന് എന്താ നേരെ തിരിച്ച് നമുക്ക് ഇവിടെ തന്നെ വരുള്ളൂ അല്ലേ. അപ്പം ഇവിടെ ആണെങ്കിൽ അത് നേരെ അങ്ങ് എടുത്താൽ മതി. അപ്പം സൈൻ c/2 60/2 ഈക്വൽ ടു ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ 2/2 ഇസ് ഈക്വൽ ടു r സൈൻ 60/2 30 ഡിഗ്രി. ഓക്കെ, ഇനി 2/2 1 ആകും. 1 ഇസ് ഈക്വൽ ടു r സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് 1/2 അല്ലേ. 1/2 r ഇൻറ്റു 1/2 ദാറ്റ് ഇംപ്ലൈസ് എന്താണ് ഈ 2 ഇങ്ങോട്ട് പോകുക. അപ്പം എന്താണ് 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു r ഇൻറ്റു 1 എന്നാവും അല്ലേ. ഇവിടെ r ഇൻറ്റു 1 2 ഇങ്ങോട്ട് പോയി. അപ്പം r ഇസ് ഈക്വൽ ടു 2 എന്നാവും അല്ലേ. 2 ഇൻറ്റു 1 2 r ഇൻറ്റു 1 r. അപ്പം r ഇസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, എനിക്ക് റേഡിയസ് എന്താണ് 2 എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, കോഡ് ലെങ്ത്തും എന്താ കിടന്നത് 2 എന്ന് അല്ലേ. സെയിം ഇതാ കിട്ടിയ റേഡിയസും കോഡ് ലെങ്ത്തും സെയിം ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇപ്പം നമ്മുടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അല്ലെ, ഇവിടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണല്ലേ. അപ്പം ഏത് സർക്കിൾ എടുത്താലും അതിൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ കോഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് തന്നെയാണ്. ഓക്കെ, കോഡ് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് തന്നെയാണ്. അപ്പം ഇഫ് സെൻട്രൽ ആംഗിൾ ഇസ് 60 degree, then the chord length is its radius. It's the radius r. Okay, ഇത് മനസ്സിൽ കരുതുക. സെൻട്രൽ ആംഗിൾ 60 വന്നാൽ നേരെ എന്താ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കോഡ് ലെങ്ത് എന്താ റേഡിയസ് തന്നെയായിട്ടങ്ങ് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്കിവിടെ കോഡ് ലെങ്ത് അപ്പം അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ലേ അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ. അപ്പോൾ എന്താണ് കോഡ് ലെങ്ത് അതിൻ്റെ അടുത്ത് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ റേഡിയസ് എന്ത് വരും 2 എന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ 4 ആയിരുന്നെങ്കിൽ 4 എന്ന് തന്നെ. ഇനി അടുത്തൊരു സർക്കിളും കൂടി ഇല്ലേ, നോക്കിക്കേ. ഈ സർക്കിളിൻ്റെ കോഡ് 3 സെൻറ്റിമീറ്റർ എന്നുണ്ട്. ഇത് മൈനർ ആർക്കിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മൈനർ ആർക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കണം അല്ലേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പോലെ ഇതിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിൻ്റെ മേജർ ആർക്കിലുള്ള പോയിന്റിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇതെന്തൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായിട്ട് എനിക്ക് കിട്ടി. ഇനി അപ്പം ഞാൻ പറഞ്ഞു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ് 180 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 135. അപ്പം 180 മൈനസ് 135 എത്രയാ 180 മൈനസ് 135 എന്ന് പറയുമ്പം ഇത് 5 വരും, ഇവിടെ 4 വരും. അപ്പോൾ 45 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇവിടെ എന്ത് വരും 45 ഡിഗ്രി. അപ്പം നമുക്ക് ഇവിടുത്തെ കിട്ടിയില്ലേ. ഇനിയിപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താ എളുപ്പമായിട്ട് കിട്ടും അല്ലേ. ഇതാണ് ഞാൻ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ സെൻട്രൽ ആംഗിൾ എങ്ങനെയാ, അതെ ഇവിടെ എന്ത് വരും സെൻട്രൽ ആംഗിൾ ഇതിൻ്റെ ഇരട്ടി 45 ഡിഗ്രിയുടെ ഇരട്ടിയാ അല്ലേ. അപ്പോൾ 45 ഡിഗ്രിയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത്. ഇവിടെ എന്താ 90 ഡിഗ്രി. 45 × 2 90. നമുക്കിവിടെ 90 തന്നെ കണ്ടുപിടിക്കണമെന്നുള്ളൂ. അപ്പോൾ സൈൻ c/2 എന്ന് പറഞ്ഞ കോഡ് ലെങ്ത്തിൻ്റെ ഇക്വേഷനിൽ ഇടുമ്പോൾ എന്താണ് 45 ഡിഗ്രി എന്ന് തന്നെ വരും. സൈൻ 45 എന്ന് എടുക്കേണ്ടി വരും അല്ലേ. അപ്പം എന്താണ് അതിൻ്റെ ഇത് നോക്കാം. അപ്പം ലെങ്ത് ഓഫ് കോഡ് എന്തേ കോഡ് എന്ത് ചെയ്യും, ഏത് കോഡാ ഈ കോഡ് അല്ലേ. ഇത് ഞാൻ A, ഇത് B, ഇത് C, ഇത് D എന്ന് കൊടുത്തു. അപ്പം എനിക്ക് AC കോഡ് ലെങ്ത് ഓഫ് കോഡ് AC is equal to 2r sin c/2. AC യുടെ ലെങ്ത് നമുക്കറിയാലോ, എത്രയാണ് തന്നിരിക്കുന്നത്
3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ. അപ്പൊ 3 is equal to 2 into റേഡിയസ് നമുക്കറിയില്ല, അതുപോലെ തന്നെ ഇട്ട് സൈൻ സെൻട്രൽ ആംഗിൾ നമുക്ക് 90 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ, 90 ഡിഗ്രിന്ന്. അപ്പൊ 90യുടെ പകുതി 45 ഡിഗ്രി അല്ലേ. അപ്പൊ സൈൻ c/2ന്റെ 90/2 എന്നിങ്ങനെ എടുക്കും. ഇനി 3 is equal to 2 into r into sin 90/2 sin 45 ഡിഗ്രി. ഓക്കെ, ഇനി 3 ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? 3/2 is equal to r sin 45 ഡിഗ്രി എന്താ? 1/√2 അല്ലേ. sin 45 1/√2. അപ്പൊ നോക്കിക്കേ, ഞാൻ ഈ √2നെ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ r is equal to 3 into √2 എന്ന് വരും. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് മൾട്ടിപ്ലിക്കേഷൻ 3 into √2/2 എന്ന് കിടപ്പുണ്ട്. അപ്പൊ ഈ 2നെ എനിക്ക് എങ്ങനെ എഴുതാം? √2 into √2 എന്ന് എഴുതാം അല്ലേ. അപ്പൊ എന്താണ്? ഒരു √2, ഈ ഒരു √2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? 3/√2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? r is equal to 3/√2 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇതാർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ, ഇത് എളുപ്പമല്ലേ? ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. റേഡിയസ് നമ്മൾ കാണണം. അപ്പൊ ഈ റേഡിയസ് കാണണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സർക്കിളിനെ നമുക്കൊന്ന് മൊത്തത്തിൽ വരയ്ക്കാം. ഈ സർക്കിളിനെ ഞാൻ മൊത്തത്തിൽ വരയ്ക്കാൻ പോവാം. ഓക്കെ, ഇതിപ്പോ ജോയിൻ ചെയ്യും. ഇതാണ് ഒരു സർക്കിള്. ഇനി ഇത് റേഡിയസ് ആയിട്ട് എടുക്കുക. എന്തൊരു ഇത് റേഡിയസ് ആയിട്ട് എടുക്കുമ്പോ ഇത് റേഡിയസ് അല്ല, ഇത് സെന്റർ ആയിട്ട് എടുക്കണം. തെറ്റിപ്പോയി, സെന്റർ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇങ്ങോട്ട് ഞാൻ റേഡിയസും വരച്ചു. ഓക്കെ, കോർഡ് ലെങ്ത് നമുക്ക് എന്താണ്? 8 സെന്റിമീറ്ററും ഈ 140 ഡിഗ്രി തന്നിരിക്കണം എങ്ങോട്ടാ? മൈനർ ആർക്കിലോട്ടാ. നമുക്ക് മേജർ ആർക്കിൽ വന്നാൽ ഇതിങ്ങനെ പകുതി എടുത്ത് സെൻട്രൽ ആംഗിളിലെ പകുതി എന്നൊക്കെ പറയാം. ഇത് മൈനർ ആർക്ക്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 180 മൈനസ് 140 അത്രയാ? 40 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ 40 ഡിഗ്രി എന്ന് വരും. അപ്പം 180 140 ഓപ്പോസിറ്റ് ആംഗിൾസ് സം എന്താണ്? 180 ഡിഗ്രി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇത് 180 മൈനസ് 140, ഇത് 40 ഡിഗ്രി കിട്ടി. അപ്പൊ എന്താ? ഇതിപ്പോ മേജർ ആർക്കിലല്ലേ കിടക്കണേ. ഇത് മേജർ ആർക്കിൽ കിടക്കണോണ്ട് എന്താണ്? ഇതിന്റെ ഇരട്ടി ആയിരിക്കും നമ്മുടെ സെൻട്രൽ ആംഗിൾ അല്ലേ. ഈ ആംഗിളിന്റെ ഇരട്ടി. അപ്പൊ 40 into 2 80. അപ്പൊ ഇവിടെ എന്ത് വരും? 80 ഡിഗ്രി എന്ന് വരും. ഓക്കെ, 80 ഡിഗ്രി. നമുക്കിനി കണ്ടുപിടിക്കാമല്ലോ. കോർഡ് ലെങ്ത് നമുക്ക് 8 സെന്റിമീറ്റർ എന്നുണ്ട്. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം നേരത്തെ പോലെ തന്നെ. അപ്പൊ എന്താണ്? കോർഡ് ലെങ്ത് is equal to 2r sin c/2 അല്ലേ. അപ്പൊ കോർഡ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. കോർഡ് ലെങ്ത് എന്താ? 8 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 8 is equal to 2 into r നമുക്കറിയില്ല, റേഡിയസ് അറിയില്ല, sin c/2. സെൻട്രൽ ആംഗിൾ എത്രയാ? 80 ഡിഗ്രി കണ്ടുപിടിച്ച് 80/2 നമുക്ക് എന്ത് കിട്ടും? ഈ 40 ഡിഗ്രി തന്നെ കിട്ടും അല്ലേ. 80/2. 8/2 is equal to r sin 80/2 എന്താ? 40 ഡിഗ്രി കിട്ടും. അപ്പൊ എന്താ? 8/2 എന്ന് പറഞ്ഞാൽ 4. ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണേ. 4 is equal to r sin 40 എന്ന് പറയുന്നത് നിങ്ങൾ ട്രിഗ്നോമെട്രിക് ടേബിളിൽ നോക്കിയാൽ മതി. 0.642 എന്ന് വരും. r into 0.642. That is r is equal to 4 divided by 642. ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും? r is equal to 12.44 എന്ന് വരും. ഇതെന്താ? സെന്റിമീറ്റർ. ഓക്കെ, ഇതാണ് റേഡിയസിന്റെ ലെങ്ത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. A circle is to be drawn passing through the ends of a line. Passing through the
ends of a line. അപ്പോൾ ഈ ഒരു സർക്കിള് ഇതെന്താണ്, ഒരു 5 സെന്റിമീറ്റർ ലൈനിന്റെ അറ്റത്തൂടെയാണ് പാസ് ചെയ്യണം. അപ്പൊ ഞാൻ ആ ലൈൻ വരയ്ക്കാം. ഈ ലൈനിന്റെ അറ്റത്തൂടെ ഇത് പാസ് ചെയ്യുക. എന്നിട്ട് the angle in one of the segments made by the line should be 80 degree. ഓക്കെ, ഇതുണ്ടാക്കുന്ന ലൈൻ എന്തായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ലൈൻ 80 ഡിഗ്രി. ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ടാക്കുക. വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അപ്പം റേഡിയസ് എത്ര വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ റേഡിയസ് എടുത്തു, ഇത് ഞാൻ സെന്റർ എടുത്തു. അപ്പൊ റേഡിയസ് എങ്ങനെ വരും? ഇതിവിടെ ജോയിൻ ചെയ്ത് ഇത് റേഡിയസ്. ഈ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 80യുടെ ഇരട്ടി വരുമോ? ഇവിടെ ഒരു 160 വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇച്ചിരിയും കൂടെ വലുതായിരിക്കണം. കാരണം ഇത്രയും വരുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ പക്ഷേ ഇതെന്താണ്? 160. പോട്ടെ, നമുക്കിവിടെ 160 തന്നെ എടുക്കാം. 80യുടെ ഇരട്ടി 160 ഡിഗ്രി വന്നു. അപ്പം ഞാൻ sin c/2 എടുക്കുമ്പോൾ എന്താണ്? എനിക്ക് 80 ഡിഗ്രി വരും അല്ലേ? സൈൻ എന്താണ്? സൈൻ 160/2 എന്ന് എടുക്കുമ്പോൾ അത് 80 ഡിഗ്രി. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ 160 ഡിഗ്രി ഇത്രയേ ഉള്ളൂ, കാരണം 180 ഡിഗ്രി ഇങ്ങനെ വരുമല്ലോ. അപ്പം ഇത് കുറച്ചേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ വരച്ചപ്പോൾ ഉള്ള ഒരിതാണ്. ഓക്കെ, ഞാനിപ്പോൾ കോഡിൻ്റെ ലെങ്ത്ത് എത്രയാണ്? നമുക്ക് ലൈനിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ലേ? 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്? റേഡിയസ് മാത്രം കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇക്വേഷൻ അല്ലേ? കോഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2r sin c/2. കോഡ് ലെങ്ത് 5 സെന്റിമീറ്റർ എന്നുണ്ട് അല്ലെ? ആ ലൈനിന്റെ ലെങ്ത് തന്നെയാണ് നമ്മുടെ കോഡ്. 5 ഇസ് ഈക്വൽ ടു റേഡിയസ് നമുക്കറിയില്ല, സൈൻ 160/2. സെൻട്രൽ ആംഗിൾ 160 അല്ലായിരുന്നോ? അപ്പം 160. ഇതെന്താ? 5/2 ഇസ് ഈക്വൽ ടു r sin 160/2 r sin 80 ഡിഗ്രി എന്ന് വരും. ഓക്കെ, അപ്പൊ എന്താണ്? r is equal to ഈ sin 80 കൂടി ഇങ്ങോട്ട് വന്നിരുമ്പോൾ എന്താണ്? 5/2 into sin 80 എന്നാവും. അപ്പൊ sin 80യുടെ വാല്യൂ നിങ്ങൾ എന്താണ്? ട്രിഗ്നോമെട്രിക് ടേബിളിൽ നിന്ന് നിങ്ങൾ റെഫർ ചെയ്ത് എഴുതുക. നിങ്ങളുടെ ട്രിഗ്നോമെട്രിക് ടേബിൾ ബുക്സ് എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾ റെഫർ ചെയ്ത് sin 80യുടെ വാല്യൂ എഴുതുക. ഓക്കെ, അപ്പം sin 80യുടെ വാല്യൂ എന്ത് വരും? 0.9848 എന്ന് വരും. സോറി, ഇവിടെ അല്ല എഴുതേണ്ടത്. 5/2 into 0.9848. ഓക്കെ, അപ്പം നമുക്ക് 5/0.9848 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിയിൽ എന്താണ്? 2 ഉണ്ട്. ഇതുമൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ 2.538 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ എന്തിലാന്ന് വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ മാനുവൽ കാൽക്കുലേഷനിലൂടെ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. എന്തായാലും 2.538 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു പോർഷനിലേക്ക് പോവാം. റേഷ്യോ ഓഫ് സൈഡ്സ്. റേഷ്യോ ഓഫ് സൈഡ്സ്. ഈ റേഷ്യോ ഓഫ് സൈഡ്സിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC എന്ന് വെച്ചോ. ഈ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് ഞാൻ സ്മോൾ ലെറ്റർ എന്ന് കൊടുത്തു ആംഗിൾ എക്ക്. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി എന്നും കൊടുത്തു. ഇവിടെ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് സി എന്ന്, അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് സി എന്നും ഇത് ബി എന്നും കൊടുത്തു. ഓക്കെ, അപ്പം റേഷ്യോ ഓഫ് സൈഡ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഓരോ സൈഡ്സ് ഇല്ലേ, ഇപ്പം സൈൻ ഓഫ് ആംഗിൾ എ,
സൈൻ ഓഫ് ആംഗിൾ ബി, സൈൻ ഓഫ് ആംഗിൾ സി, ഇതെല്ലാം എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ട് എന്താണ് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ എ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഓക്കെ, അപ്പൊ എന്താണ് എ എന്ന് പറയുന്ന സൈഡാ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എ. അപ്പം എന്താണ് അങ്ങനെയാണ് ഇതെല്ലാം ബിയുടെ കേസിലും സിയുടെ കേസിലും ഒക്കെ വന്നിരിക്കണം. അപ്പൊ ഇതെന്താ പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എന്താണ് സൈൻ ഓഫ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നതൊക്കെ എന്താണ് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ട് എന്താണ് പ്രൊപ്പോർഷണലാ. ഓക്കെ, ഇപ്പൊ എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി എന്ന് വെച്ചാൽ എന്താ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു എന്താണ് സി എന്ന് പറയുന്നത് സൈൻ എ ഈസ് ടു സൈൻ ബി ഈസ് ടു സൈൻ സി. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ കരുതുക. അപ്പൊ റേഷ്യോ ഓഫ് സൈഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ. അപ്പം 2 സൈഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 സൈഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? സോറി, 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 2 ആംഗിൾസ്, ഒരെണ്ണം 30 ഡിഗ്രി, ഒരെണ്ണം 40 ഡിഗ്രി. അപ്പൊ ഈ 30 + 40 എന്താണ് 70 ഡിഗ്രി വരും. അപ്പൊ മൊത്തം എന്ത് വരും? 180 ഡിഗ്രി വരും, ഈ ആംഗിളും കൂടെ കൂട്ടി അല്ലെ. അപ്പൊ 180 - 70 ചെയ്യുമ്പോൾ എനിക്ക് എത്രയാ? 110 ഡിഗ്രി അല്ലെ. അപ്പൊ ഇത് എത്രയാണ്? 110 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് സർക്കിളിൽ വരുമ്പം നമുക്ക് എന്താണ് കോർഡ് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. കോർഡ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ? 2r sin c/2 അല്ലെ. 2r sin c/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ സെൻട്രൽ ആംഗിൾ, ഇപ്പം ഇതിവിടെ റേഡിയസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ c/2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് 110 തന്നെ കിട്ടും അല്ലെ. c/2 എടുക്കുമ്പോൾ ഈ ആംഗിൾ തന്നെ കിട്ടും. അപ്പൊ നോക്കിക്കേ, ഈ കോർഡിനെ വെച്ചിട്ട് അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ത് വരും? ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? ഈ കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള 2 sin 110 ഡിഗ്രി എന്ന് വരും അല്ലേ. ഇനി ഈ കോഡ്, ഇതൊരു കോഡല്ലേ ഈ കാണുന്നത്. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. നമ്മൾ എ സിയുടെ 2r sin 110 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇനി എ ബിയുടേതോ? എ ബിയുടെ നോക്കിക്കേ, ഈ എ ബിയുടേത് നിന്ന് പോയിരിക്കുന്ന ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്ന എവിടെയാണ്? സർക്കിളിൽ 40 ഡിഗ്രി എന്നാ അല്ലെ ആംഗിൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ എന്താ ഇക്വേഷൻ വരിക? ഇവിടെ 2r sin 40 ഡിഗ്രി എന്ന് വരും. കാരണം എന്താ? ഇവിടെ ഇപ്പൊ ഞാൻ സെൻട്രൽ ആംഗിൾ എന്താണ്? ഈ 40 ഡിഗ്രി ഡയറക്റ്റ് എത്ര വരും? 80 ഡിഗ്രി വരും. പിന്നെ നമ്മൾ sin c/2 എടുക്കുമ്പോൾ എന്താണ്? അത് 40 തന്നെ വരും. അതുകൊണ്ടാണ് ഞാൻ നേരെ തന്നെ 2r sin 40 ഡിഗ്രി എന്ന് എടുത്തത്. ഇവിടെയോ? ഇവിടെ 30 ഡിഗ്രി. അപ്പൊ ഈ കോഡിന്റെ ലെങ്ത് എങ്ങനെ വരും? ഇവിടെ 2r sin 30 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ റേഷ്യോ ഓഫ് സൈഡ്സ് എടുക്കുവാന്ന് വെച്ചോ. എന്താ പറഞ്ഞിരിക്കണേ? എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി അല്ലേ. എ ബൈ എ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇത് എയും ഇത് ബിയും ഇത് സിയും ആയിട്ട് എടുത്തെന്ന് വെച്ചോ. സോറി, അത് ബി അല്ല, ഞാൻ വേറൊരു കളറിൽ എഴുതാം. ഇത് എയും ഈ എ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എടുക്കണം ഇത് എയും, സിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഇത് സി സൈഡും, ബിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ബി സൈഡും. അപ്പം എ എന്ന് പറയുന്ന സൈഡ് ഏതാ? ഇത് 2r sin 30 അല്ലെ. 2r sin 30. r sin 30 by ഇവിടെ എന്താ? 30 ഡിഗ്രി അല്ലേ. ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി. അപ്പൊ ഇവിടെ 30 ഡിഗ്രി sin 30 ഡിഗ്രി. എ ബൈ സൈൻ എ ഈക്വൽ ടു, നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2r sin 30 ഡിഗ്രി ബൈ സൈൻ 30 ഡിഗ്രി എത്ര വരും? 2 × r × sin 30 എന്ന് പറയുന്നത് എത്രയാ? 1/√2 അല്ലേ. അപ്പൊ 2 × r × 1/√2 by 1/√2. ഈ 1/√2 എഴുതണോ? ഞാൻ sin 30 എനിക്ക് ക്യാൻസൽ ചെയ്യാലോ അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇത് ആദ്യം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക.
അപ്പം എന്ത് വരും? ഈ sin 30 പോവും, ഈ sin 30 പോവും, ബാക്കി എന്തുണ്ട്? 2r. ഇനി b ബൈ സൈൻ ബി എടുക്കുക ഞാൻ. ബി എന്താ? 2r സൈൻ 2r സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ 110 ഡിഗ്രി ബൈ സൈൻ എത്ര? ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കണ എന്താ? 110 ഡിഗ്രി. ഇതിന്റെ സൈൻ എടുക്കാം. അപ്പൊ സൈൻ 110 ഡിഗ്രി. അപ്പൊ എന്താണ്? ഇതും ക്യാൻസൽ ആയിപ്പോ അല്ലേ? ഇവിടെയും 2r തന്നെ വരും. ഇനി നേരെ മറിച്ച് ഇവിടെ നോക്കിക്കേ, സി ബൈ സൈൻ സി. അപ്പൊ സി എന്താണ്? 2r സൈൻ 40 ഡിഗ്രി അല്ലേ? 40 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 40 തന്നെ വരും അല്ലെ? സൈൻ സി എന്ന് പറയുമ്പോൾ സൈൻ 40 ഡിഗ്രി ഈക്വൽ ടു, ഇവിടെ എന്താ? സൈൻ 40 ഡിഗ്രിയും സൈൻ 40 ഡിഗ്രിയും ക്യാൻസൽ ആയിട്ട് 2r തന്നെ വരും. കണ്ട? അപ്പൊ റേഷ്യോസ് എടുത്തപ്പോൾ എന്താണ്? സെയിം തന്നെ വന്നു അല്ലേ? അതാണ് ആ റേഷ്യോ സൈറ്റ്സ് ഞാൻ കാണിച്ചു തന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തരുവാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ്, ഇപ്പം കറസ്പോണ്ടിങ് സൈറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് റേഷ്യോ ആയിട്ട് എന്താണ്? പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെയുള്ള കൺസെപ്റ്റ് ഓക്കെ എന്ന് ഞാൻ കരുതുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ തന്നെയാണ് എല്ലാം പോയിട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക. അപ്പം എവിടെയെങ്കിലും ഒരു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ 2-3 വട്ടം നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.